ഇതേതിരുൾ കുഴിമേലുരുളട്ടെ വിടില്ല ഞാനീ രശ്മികളെ എന്ന് എഴുതിയ ഇടശ്ശേരി. എനിക്കിതേ വേണ്ടു, പറഞ്ഞു പോകരുത് ഇതു മറ്റൊന്നിൻ്റെ പകർപ്പെന്നു മാത്രം എന്നും പറയുകയുണ്ടായി. ആരും പറയാത്തതൊക്കെ കവിതയിൽ പറഞ്ഞ കവിയാണ് ഇടശ്ശേരി എന്ന മലയാളത്തിൻ്റെ ശക്തിയുടെ കവി. എല്ലുറപ്പുള്ള കരുത്തുള്ള കവിതകൾ എഴുതിയ ഇടശ്ശേരിയെ അറിയാത്ത കവിതാസ്നേഹികൾ മലയാളക്കരയിൽ വിരളമാണ്. പൂതപ്പാട്ടിൻ്റെ വരികൾ മുഴങ്ങാത്ത ഏതൊരിടമാണ് കേരളത്തിലുള്ളത്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ 1906 ഡിസംബർ 23 പൊന്നാനിക്കടുത്തുള്ള കുറ്റിപ്പുറത്ത് പി കൃഷ്ണക്കുറുപ്പിൻ്റെയും ഇടശ്ശേരി കളത്തിൽ കുഞ്ഞിക്കുട്ടിയമ്മയുടെയും മകനായി തകർന്ന നായർ തറവാട്ടിൽ ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ ജനിച്ചു. 14-ാം വയസ്സിൽ അച്ഛൻ്റെ മരണം അദ്ദേഹത്തെ ദരിദ്രമായ കുടുംബത്തിൻ്റെ അത്താണിയാക്കി. വിദ്യാഭ്യാസം തുടരാനാവാതെ കുടുംബം പുലർത്താൻ ജോലി ചെയ്തേ മതിയാകൂ എന്ന അവസ്ഥ ആലപ്പുഴ, പൊന്നാനി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ വക്കീൽ ഗുമസ്തനായി ജോലി ചെയ്യാൻ നിർബന്ധിതനാക്കി. 12-ാം വയസ്സിൽ തന്നെ കവിതാരചനയിൽ ആഭിമുഖ്യം പ്രകടിപ്പിച്ചു. സ്വന്തം പരിശ്രമത്താൽ ഇംഗ്ലീഷിലും സംസ്കൃതത്തിലും പാണ്ഡിത്യം നേടി. അമ്മയുടെ നിത്യേനയുള്ള രാമായണ പാരായണം, സഹോദരിയുടെ പുരാണ കഥ പറച്ചിൽ, പ്രാഥമിക പാഠശാല മലയാളം അധ്യാപകനായിരുന്ന ശങ്കുണ്ണി മേനോൻ തുടങ്ങിയവർ കവിതാവാസനയെ പ്രോത്സാഹിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്തു. ഉറൂബ്, കുട്ടിക്കൃഷ്ണമാരാർ എന്നിവരുമായുള്ള പരിചയം ഇടശ്ശേരിയിലെ സാഹിത്യാഭിരുചി വർദ്ധിപ്പിച്ചു. സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗങ്ങളിൽ സജീവമായി പ്രവർത്തിച്ച ഇടശ്ശേരി ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളെ തൻ്റെ കവിതകളിൽ ആവിഷ്കരിച്ചു. കർഷകരെക്കുറിച്ചും തൊഴിലാളികളെക്കുറിച്ചും ഒട്ടേറെ കവിതകൾ എഴുതിയ അദ്ദേഹത്തെ കവിത കാൽപ്പനികതയിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ച കാലഘട്ടത്തിലെ മുൻനിരക്കാരനാക്കിയതിൽ അത്ഭുതത്തിനിടയില്ല. ഗാന്ധിജിയെ തൻ്റെ ആചാര്യനായി കവി മനസ്സിൽ പ്രതിഷ്ഠിച്ചിരുന്നു. എന്നാൽ മാർക്സിയൻ ദർശനങ്ങളുടെ നല്ല വശങ്ങൾ കവിതയ്ക്ക് എന്നും പ്രചോദനമായിരുന്നു. 1938 ഇടക്കണ്ടി ജാനകിയമ്മയെ വിവാഹം ചെയ്തു. പ്രസിദ്ധ കഥാകൃത്ത് ഇ ഹരികുമാർ പുത്രനാണ്. കേരള സാഹിത്യ അക്കാദമിയുടെയും സംഗീത നാടക അക്കാദമിയുടെയും ഭരണസമിതി അംഗമായിരുന്നു ഇടശ്ശേരി. തൻ്റെ കവിതകളിലൂടെ അവഗണിക്കപ്പെടുന്നവന് കരുത്തു പകർന്നു നൽകിയതുകൊണ്ടാവാം ശക്തിയുടെ കവി എന്ന അദ്ദേഹം അറിയപ്പെട്ടു. കാവിലപ്പാട്ട് എന്ന കാവ്യസമാഹാരത്തിന് 1969 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ഒരു പിടി നെല്ലിക്ക എന്ന കാവ്യസമാഹാരത്തിന് 1971 കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിക്കുകയുണ്ടായി. കൂട്ടുകൃഷിക്കും പുത്തൻകലവും അരിവാളിനും മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ അവാർഡും ലഭിക്കുകയുണ്ടായി. കുട്ടികളേറെ ഇഷ്ടപ്പെട്ട പൂതപ്പാട്ട്, കുറ്റിപ്പുറം പാലം, കാവിലപ്പാട്ട്, വിവാഹ സമ്മാനം, കല്യാണപ്പുടവ, പെങ്ങൾ, മകൻ്റെ വാശി, നെല്ലുകുത്തുകാരി പാറു തുടങ്ങിയ കവിതകളൊക്കെ കാലത്തെ അതിജീവിച്ച് മലയാളി മനസ്സുകളിൽ നിലനിന്നു. മാറ്റത്തിൻ്റെ ശബ്ദം പ്രതിധ്വനിപ്പിച്ച് അവഗണിക്കപ്പെടുന്നവന് കരുത്തു പകർന്നു നൽകിയ കവിതകളായിരുന്നു പുത്തൻകലവും അരിവാളും പണിമുടക്കം എന്നിവ. കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്കു നമ്മൾ എന്ന് കവി ഉറക്കെ പ്രഖ്യാപിച്ചു. ഒരു പിടി കൊള്ളക്കാർ കരുതി വെച്ചുള്ളതാം അധികാരം കൊയ്യണം ആദ്യം നാം, അതിനുമേലാകട്ടെ പൊന്നാര്യൻ എന്നു പറയാൻ കവിയെ പ്രേരിപ്പിച്ചതും ഇത്തറവാടിത്ത ഘോഷണത്തെപ്പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്നു മൂഴിയിൽ എന്ന കണ്ടെത്തലിൽ എത്തിച്ചേരാനിടയാക്കിയതും താൻ കണ്ടുപരിചയിച്ച, അനുഭവിച്ചറിഞ്ഞ, ജീർണിച്ച സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലങ്ങൾ തന്നെ. അങ്ങേ വീട്ടിലേക്ക് എന്ന കവിതയിൽ ധനികനായ ജാമാതാവിനാൽ അവഹേളിക്കപ്പെടുന്ന നിസ്സഹായനായ പിതാവിൻ്റെ ദുഃഖം ഒരു കണ്ണുനീർ തുള്ളിയായി വായനക്കാരൻ്റെ മനസ്സിൽ എന്നും ഒഴുകാതെ കിടക്കും. പുത്തൻകലവും അരിവാളും, കാവിലപ്പാട്ട്, പൂതപ്പാട്ട്, കറുത്ത ചെട്ടിച്ചികൾ, ഇടശ്ശേരിയുടെ തെരഞ്ഞെടുത്ത കവിതകൾ, ഒരു പിടി നെല്ലിക്ക, അന്തിത്തിരി, അമ്പാടിയിലേക്ക് വീണ്ടും, ഹനുമൽ സേവ തുഞ്ചൻ പറമ്പിൽ, ഞെട്ടിയിൽ പടരാത്ത മുല്ല, ഇസ്ലാമിലെ വന്മല, നെല്ലുകുത്തുകാരി പാറുവിൻ്റെ കഥ എന്നിവയാണ് ഇടശ്ശേരിയുടെ പ്രധാന കവിതാ സമാഹാരങ്ങൾ. കൂട്ടുകൃഷി, കളിയും ചിരിയും, എണ്ണിച്ചുട്ട അപ്പം എന്നീ നാടകങ്ങളും എഴുതിയിട്ടുണ്ട്. മലയാള സിനിമയിലും ഇടശ്ശേരിയുടെ സ്ഥാനം നിസ്സാരമല്ല. നിർമാല്യം എന്ന ചിത്രത്തിലെ ഗാനത്തിലൂടെ അദ്ദേഹം ഈ രംഗത്തേക്ക് കടന്നുവന്നു. പ്രശസ്തമായ ശ്രീമഹാദേവൻ തൻ്റെ സമയമായി, മുണ്ടകൻ പാടത്തെ എന്നീ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതാണ്. മൂവന്തിപ്പൂക്കൾ എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്ത കവിതയായ പൂതപ്പാട്ടിലെ വരികളും ചേർത്തിട്ടുണ്ട്.
1974 ഒക്ടോബർ 16 ഇടശ്ശേരി അന്തരിച്ചു. ഗ്രാമത്തിലെ വളക്കൂറുള്ള മണ്ണുമായി പൊരുതി ജീവിക്കുന്ന സാധാരണ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അവരുടെ രക്തത്തിലും വിയർപ്പിലും അഭിമാനം കൊണ്ട് വളർന്ന് അവർക്കുവേണ്ടി അവരുടെ ജീവിത ഗാനങ്ങൾ ആലപിച്ച് മലയാള കവിതയ്ക്ക് വീര്യവും കരുത്തും പകർന്ന ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നും മലയാളി മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇടശ്ശേരി ജീവിച്ചിരുന്ന കാലത്ത് പൊന്നാനിക്കാർക്ക് അവരുടെ ക്ലേശങ്ങൾ അറിയിക്കുവാനുള്ള ഒരത്താണി കൂടിയായിരുന്നു അദ്ദേഹം. അവരുടെ വിഷമങ്ങളിലും വിസ്മയങ്ങളിലും അദ്ദേഹത്തെ ഇടപെടുവിക്കുന്നത് അവർക്ക് ആശ്വാസമേകിയിരുന്നു. ഇടശ്ശേരിക്കും ആഹ്ലാദം നൽകിയിരുന്നു അത്. എങ്കൽ ചേർത്താലും ഗുരു സേവന മന്ത്രാക്ഷരം എന്നായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. അങ്ങനെ തൻ്റെ ഇടപെടൽ ആവശ്യമായി വന്ന ഒരു കാര്യത്തെ പ്രസിദ്ധ കവി കടവനാട് കുട്ടിക്കൃഷ്ണന്റെ വിവാഹത്തെ മകന്റെ വാശി എന്ന കവിതയിൽ ഇടശ്ശേരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ അദ്ദേഹം പ്രകടിപ്പിച്ച മനുഷ്യത്വവും സംസ്കാരവും നീതിബോധവും അതുമായി ബന്ധപ്പെട്ടവരുടെയും പറഞ്ഞുകേട്ടവരുടെയും മുമ്പിൽ അദ്ദേഹത്തെ ഉയർത്തിക്കെട്ടി. ആവശ്യങ്ങൾ പൊറുതിമുട്ടിക്കുമ്പോഴും തെറ്റിലേക്ക് വഴുതി വീഴാതിരിക്കാൻ ഇടശ്ശേരി നന്നെ വിഷമിച്ചിട്ടുണ്ട്. വീട്ടിലെ നിത്യനിദാന ചെലവുകൾ മാത്രമല്ല, കുട്ടികൾക്ക് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ദീനത്തിന് മരുന്ന് തുടങ്ങിയ ചെലവുകളും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. വരവാകട്ടെ അതിനനുസരിച്ച് വർദ്ധിച്ചതുമില്ല. പലപ്പോഴും എന്തു ചെയ്യേണ്ടു എന്നറിയാത്ത അവസ്ഥ. കക്ഷികളുടെ പണം കയ്യിലുണ്ട്, അത്യാവശ്യത്തിന് അത് തിരിമറി ചെയ്താലോ ആരും അറിയാൻ പോകുന്നില്ല. അങ്ങനെ ചിന്തിക്കുമ്പോഴൊക്കെ ഗാന്ധിജിയുടെ മുഖമാണ് തൻ്റെ മുന്നിൽ തെളിഞ്ഞു വന്നിരുന്നതെന്ന് ഇടശ്ശേരി പറയാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ വളർച്ചയെന്ന് വിശേഷിപ്പിക്കാവുന്ന വല്ല പരിവർത്തനവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രേരണ മറ്റൊരാചാര്യനിൽ നിന്നാവാൻ വയ്യ എന്ന് അദ്ദേഹം ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്നിട്ടും ഒരിക്കൽ മാത്രം ഒരു സുഹൃത്തിനു വേണ്ടി അങ്ങനെ ഒരു തിരിമറി ചെയ്തുപോയി. അതിൻ്റെ ശിക്ഷയായി തീവ്രമായ മനോവിഷമമാണ് അനുഭവിച്ചത്. അത് മറക്കാൻ വയ്യ. വിഷപ്പാമ്പ് എന്ന കവിത അതിൻ്റെ ഫലമായുണ്ടായതാണ്. ആദർശവാദിയാവാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ ആർക്കും കഴിഞ്ഞേക്കും. എന്നാൽ സ്വന്തം അത്യാവശ്യങ്ങൾ പോലും മാറ്റിവെച്ച് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുക എന്നത് സാധാരണ മനുഷ്യർക്ക് അചിന്ത്യമാണ്. ചീറിക്കേറും കടത്തിൻ പ്രഹരമതിതരമേറ്റുകൊണ്ടിത്രകാലം നീറിക്കൊണ്ടേ കഴിഞ്ഞേൻ അനുദിനം അവമാനപ്പെടും പേടിയോടെ. താൻ എഴുതിയ അവസാനത്തെ കവിതയിൽ മാത്രമാണ് ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി കടമില്ലിപ്പോൾ നാളെ കടയിൽ പോകേണ്ട കാശുമില്ലിപ്പോൾ എന്നദ്ദേഹം ആശ്വസിക്കുന്നത്. പൊന്നാനിയിൽ വന്ന ആദ്യകാലത്ത് അദ്ദേഹത്തിന് ഭക്ഷണം ഒരു അപൂർവ വസ്തുവായിരുന്നു. വൈകുന്നേരം മാത്രമാണ് ഭക്ഷണമെന്ന പേരിൽ അദ്ദേഹത്തിന് വല്ലതും കഴിക്കാൻ കിട്ടിയിരുന്നത്. സ്നേഹിതൻ നടത്തിയിരുന്ന ചായപ്പീടികയിലെ കണക്കെഴുത്ത് വക്കീൽ ഇടശ്ശേരിക്ക് തരപ്പെടുത്തി കൊടുത്തു. കണക്കെഴുത്തിന് പ്രതിഫലം പീടികയിലുണ്ടായിരുന്ന പലഹാരമായിരുന്നു. ഇഷ്ടം പോലെ കഴിക്കാം. ഈ കണക്കെഴുത്ത് കവിതയെഴുത്തുപോലെ തന്നെ രസകരമായിരുന്നുവെന്നാണ് ഇടശ്ശേരി പറയുന്നത്. രണ്ടും ഭാവനയിൽ നിന്ന് വേണം വിരിഞ്ഞു വരിക. മരുന്ന് വാങ്ങാൻ ഇടശ്ശേരി കടം മേടിച്ച 5 രൂപ, അരി വാങ്ങാൻ മറ്റൊരാൾക്ക് ദാനം ചെയ്ത കഥ, മരുന്നിനേക്കാൾ പ്രാധാന്യം ഭക്ഷണത്തിനാണ് എന്നത് ഇടശ്ശേരി അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യത്തിൽ നിന്നായിരുന്നു. നാടകങ്ങൾ അരങ്ങേറുമ്പോൾ ഇടശ്ശേരിയുടെ സ്ഥിരം പങ്ക് പ്രോംപ്റ്ററുടേതാണ്. അദ്ദേഹം പുസ്തകവുമായി കർട്ടന് പിന്നിലുണ്ടെങ്കിൽ അഭിനേതാക്കൾക്ക് ധൈര്യമായി. സ്വന്തം നാടകമായ കൂട്ടുകൃഷി രംഗത്ത് അവതരിപ്പിച്ചിരുന്ന കാലത്ത് ഒരിക്കൽ ഒരനുഭവമുണ്ടായി. പശുവിനെ കാണാതെ പരിഭ്രമിച്ച് എൻ്റെ പയ്യനെ കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് രംഗത്തു വരേണ്ട വാര്യരുടെ ഭാഗം അഭിനയിക്കേണ്ട നടൻ തയ്യാറായി വന്നില്ല. ഇടശ്ശേരി ഒട്ടും സംശയിച്ചില്ല. പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന അതേ വേഷത്തിൽ പുസ്തകവും കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ രംഗത്തെത്തി. പശുവിനെ കാണാത്ത പരിഭ്രമം വാര്യരുടെ മുഖത്തു നിന്ന് കാണികളുടെ മുഖത്തേക്കാണ് പരന്നത്. ഇടശ്ശേരി ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കർഷകനായിരുന്നു. പുത്തില്ലത്തെ പറമ്പിൽ വാഴയും കായ്ക്കറികളും നട്ടുവളർത്തുന്നത് കവിതയെഴുത്തുപോലെ തന്നെ ഇഷ്ടപ്പെട്ടതായിരുന്നു അദ്ദേഹത്തിന്. സാംസ്കാരിക പ്രവർത്തകരുടെ ഗൗരവമായ ചിന്തയ്ക്ക് വിഷയമാകുന്നതിന് എത്രയോ മുമ്പ് ഇടശ്ശേരി പരിസ്ഥിതി പ്രശ്നവും സ്ത്രീ വിമോചനവും കൈകാര്യം ചെയ്തിരുന്നു. 1953 എഴുതിയ കുറ്റിപ്പുറം പാലം എന്ന കവിതയിൽ അകലേക്കകലേക്കകലുന്ന ഗ്രാമലക്ഷ്മിയെയും ആകുലയാമൊരഴുക്കുചാലായി മാറുന്ന പേരാറിനെയും ഓർത്ത് അദ്ദേഹം വ്യാകുലപ്പെടുന്നു. ഇടശ്ശേരി പങ്കെടുത്ത അവസാനത്തെ പൊതുപരിപാടി പൊന്നാനിയിലെ തൃക്കാവ് മഹിളാ സമാജത്തിന്റെ കെട്ടിടോദ്ഘാടനമായിരുന്നു. കൂനിനെ കുടയാക്കിയിടാം കുബ്ജയെ സുകുമാരിയും ദാസിയെ ദൈവവും തോറ്റു ദാസിയല്ലാതെയാക്കുവാൻ.
എന്ന് വരദാനം എന്ന കവിതയിൽ 1958 സ്ത്രീ വിമോചനത്തിന്റെ സന്ദേശം ഇടശ്ശേരി എഴുതി വച്ചിട്ടുണ്ട്. സ്ത്രീകൾ ഈ ദാസ്യഭാവം കൈവെടിയുമ്പോഴേ സ്ത്രീ വിമോചനം യാഥാർത്ഥ്യമാവൂ എന്ന് ഇടശ്ശേരി പ്രസ്താവിച്ചിരുന്നു. ഭാരതപ്പുഴയുടെ മണൽപ്പരപ്പിന് ഇന്നും ഇടശ്ശേരിയുടെ സ്പന്ദനമാണ്. വള്ളുവനാട്ടിലെ പൂതങ്ങൾക്കും കാവുകൾക്കും ഇടശ്ശേരിയുടെ ഗന്ധമാണ്. നെല്ലുകുത്തിക്കാരി പാറുവിന്റെ കഥ പറയാൻ ഇടശ്ശേരിയുടെ സ്വപ്നങ്ങൾക്കായത് പൊന്നാനിക്കളരിയുടെ സാഫല്യമായി നമുക്ക് കരുതാം. എല്ലാതരം അതീശ വ്യവസ്ഥകളോടും അന്തമില്ലാതെ പോരാടിക്കൊണ്ടിരിക്കുന്ന അടിസ്ഥാന വർഗ മനുഷ്യന്റെ സ്വത്വബോധവും അന്തസ്സുമാണ് ഇടശ്ശേരി കവിതകളുടെ ശക്തിയും കരുത്തും ചൈതന്യവും. അതായിരുന്നു ആ കവിതകൾ പേറുന്ന സൗന്ദര്യബോധവും. മൗലികവും അഗാധവുമായ ജീവിതത്വരയാൽ സാധൂകരിക്കപ്പെടുന്ന ധർമ്മവ്യതിയാനങ്ങളുടെ ചിത്രീകരണത്തിലാണ് ഇടശ്ശേരിയുടെ ശക്തിയെന്ന് എം.എൻ. വിജയൻ വിശദീകരിക്കുന്നു. കാൽപാദങ്ങൾ ഭൂമിയിൽ ഉറപ്പിച്ചു നിന്നയാൾ, ആർഭാടരഹിതമെങ്കിലും എല്ലുറപ്പുള്ള കവിതകളിലൂടെ സ്വന്തം ഇരിപ്പിടം തീർത്തയാൾ, വേദനകളെ കുഴിവെട്ടി മൂടാൻ ആവശ്യപ്പെടുന്ന കവിയുടെ സ്വരൂപം, കോമളകാന്ത പദാവലികളോ ആകാശ സന്നിഭങ്ങളായ കാൽപ്പനിക വിഷാദങ്ങളോ ഒന്നുമായിരുന്നില്ല ഇടശ്ശേരിയെ അലട്ടിയിരുന്നത്. ചുറ്റുപാടും നിലനിന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങളോട് എതിരുകളോട് ഏറ്റുമുട്ടി മുന്നേറിയ മാനവികതയുടെ മഹിതഗാഥകൾ ചമയ്ക്കുകയെന്ന ഉത്തരവാദിത്തപൂർണമായ ദൗത്യമായിരുന്നു എഴുത്തിലൂടെ ഇടശ്ശേരി ഏറ്റെടുത്തത്. മർത്യൻ സുന്ദരനാണ്, കാരണം ഉയർക്കൊള്ളും വികാരങ്ങൾ തൻ നൃത്തത്തിനു മുതിർക്കുവാൻ സ്വയം അണിഞ്ഞിട്ടൊരരങ്ങാണവൻ, അത്യന്തം കമനീയമേ മഹിതമായാലും മറിച്ചാകിലും തൽഭാവങ്ങളെ പൂർണ്ണമാണളവുകോലെന്നുള്ള കാലം വരെ കണ്ണീരും ഉപ്പും കലർന്ന ജീവിതത്തിന്റെ സൗന്ദര്യം പേറുന്നതാണ് ഇടശ്ശേരിയുടെ കവിതകൾ. മർത്യവിജയത്തിന്റെ മഹാഗാഥകൾ പാടുന്ന കവി, മനുഷ്യനും മറ്റു ജീവികളും പ്രകൃതിയും മറ്റും അടങ്ങുന്ന സഹജീവനത്തിന്റെ ഗുണാത്മകത നിറയുന്നതാണ് ആ കവിതകൾ. അവ മുന്നോട്ട് വയ്ക്കുന്ന പാരിസ്ഥിതിക ദർശനവും അതുതന്നെയാണ്. പ്രകൃതിയുമായുള്ള ഒരു സന്തുലിത ജീവിതമെന്ന അടിസ്ഥാന സമീപനത്തിലാണ് ഇടശ്ശേരിയുടെ കവിത അസ്ഥിവാരമിടുന്നത്. മനുഷ്യനും ചരാചരങ്ങളും ഒക്കെ അടങ്ങുന്ന സന്തുലിതമായ ജീവിതം, അസംസ്കൃതമായ പ്രകൃതിയെ അടിസ്ഥാനവർഗ മനുഷ്യൻ മെരുക്കിയെടുക്കുന്ന കാഴ്ച ഇടശ്ശേരിയുടെ ഭാവനാ പ്രപഞ്ചത്തിൽ സമൃദ്ധമായി കാണാം. പ്രകൃതിയുടെ മാനവീകരണം എന്നത് ഇടശ്ശേരിയുടെ ഇഷ്ടപ്രമേയമാണ്. കറുത്ത ചെട്ടിച്ചികൾ പോലുള്ള രചനകൾ അതിനുള്ള ഉത്തമ നിദർശനങ്ങളായിത്തീരുന്നു. ദേശകാലങ്ങളില്ലാതെ കടന്നുവരുന്ന പെരുമഴ മേഘങ്ങളിൽ സംസ്കാര സമുന്നയങ്ങളുടെ ചിഹ്നങ്ങളെ സ്വരൂപിക്കുന്നു ഈ കൃതഹസ്ഥനായ കവി. പ്രകൃതിയുടെ കാരുണ്യത്താൽ സമുന്നയിപ്പിക്കപ്പെടുന്ന നാട്, അത്തരം സമുന്നയത്തിൽ ഭിന്നതകളും വിഭജനങ്ങളും ഇല്ലാതെയാകുന്നു. പുത്തനാം തിങ്കൾ കലകൾ ഉദിപ്പിക്കുവാനായി എത്തുന്ന കറുത്ത ചെട്ടിച്ചികളെ അകറ്റി നിർത്തിയുള്ള തറവാടിത്ത ഘോഷണത്തോടൊപ്പമായിരുന്നില്ല ഒരിക്കലും കവി. അവതരണത്തിലെ നാടകീയതയാണ് ഇടശ്ശേരി കവിതകളുടെ മറ്റൊരു സവിശേഷത. വടക്കൻ പാട്ടുകളിലും മറ്റും കാണുന്ന തരത്തിലുള്ള ആഖ്യാനത്തിലെ നാടകീയത ഭൂതപ്പാട്ടും കാവിലെപ്പാട്ടും അടക്കമുള്ള നിരവധി കവിതകളിൽ ദൃശ്യമാണ്. സംഭവങ്ങളുടെയും ദൃശ്യങ്ങളുടെയും വർണ്ണനയിലുള്ള ഉശിരും ആർജവവും പ്രത്യേകം എടുത്തു പറയാം. ആരായിരുന്നു ഇടശ്ശേരി എന്ന ചോദ്യത്തിന് നമ്മുടെ കവിയെന്ന് നെഞ്ചോട് ചേർത്ത് വിളിക്കാൻ ഒരു യഥാർത്ഥ മലയാളിക്ക് കഴിയുന്ന കവിയെന്നാണ് കെ. അയ്യപ്പ പണിക്കർ ഇടശ്ശേരിയെക്കുറിച്ച് പറയുന്നത്. ഇടശ്ശേരിയുടെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ, ദാരിദ്ര്യത്തെയും കവിതയെയും സ്പർശിക്കാതെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും ഉപന്യസിക്കൂ എന്നൊരാൾ ആവശ്യപ്പെട്ടാൽ എൻ്റെ മുഖം മൂകമാകും, ലേഖനം വെള്ളക്കടലാസും. നിത്യോപജീവനത്തിനു വേണ്ടി ഏർപ്പെട്ട കഠിന സമരങ്ങളും എന്നെ തന്നെ മറന്ന് സോല്ലാസം വിഹരിച്ച കവിതാമണ്ഡലങ്ങളും കൂടി സുദീർഘവും സുവിസ്തരവുമാക്കിയ ഈ ജീവിതമാണ് എൻ്റെ സമ്പാദ്യം. ഇടശ്ശേരി ഇങ്ങനെ അവസാനിപ്പിക്കുന്നു. സ്വന്തം ജീവിതം മാത്രമായിരുന്നു ഇടശ്ശേരിയുടെ സമ്പാദ്യം.